നമ്മളെന്നേ സ്പ്രേ പ്ലാസ്റ്റർ എന്ന് പറഞ്ഞ ഡിസൈനാണ് ചെയ്യണത്. എന്താണ് സ്പ്രേ പ്ലാസ്റ്റർ എന്നപ്പോൾ നിങ്ങൾ ചോദിക്കും. നമ്മൾ വീടുകളിലൊക്കെ ഭിത്തിയിലൊക്കെ പെബിള്, അതായത് ബബിൾസ് എന്നൊക്കെ പറയും, ആ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. പലരും ചെയ്യുന്നത് ഫൈൻ പ്ലാസ്റ്റർ ലൂസാക്കിയും സ്മൂത്ത് പ്ലാസ്റ്റർ ലൂസാക്കിയിട്ടൊക്കെയാണ് അടിക്കുന്നത്. അപ്പോൾ ഗണ്ണിൽ തടച്ചിൽ വരികയും പുറത്തോട്ട് ചാടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ഇത് അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല പഴം പോലെ നല്ല അടിപൊളിയായിട്ട് വീടാം. പൊട്ടിയിട്ട വാളിലും പൊട്ടിയിടാത്ത വാളിലൊക്കെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് വരുന്ന മെറ്റീരിയൽ കിട്ടും കേട്ടോ. ഇത്രയും നല്ലൊരു മെറ്റീരിയൽ കിട്ടുമ്പോൾ എങ്ങനെ റിവ്യൂ അറിയാതിരിക്കണം. അതുകൊണ്ട് റിവ്യൂ അറിഞ്ഞാൽ കേട്ടോ. കാരണം സെറ്റപ്പ് സാധനം എന്ന് പറഞ്ഞാൽ സെറ്റപ്പ് സാധനം. ഞാൻ ഒരു നമ്പറൊക്കെ കൊടുത്തേക്കാം, വീഡിയോയുടെ അവസാനം അവർ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മേടിച്ച് പ്രോപ്പറായിട്ടുള്ള മെറ്റീരിയൽ മേടിച്ച് ചെയ്താണ്ടല്ല. അതിൻ്റെ ഫീലും വേറെയാണ്. നമ്മുടെ പണിയും വേഗം തീരും. വെറുതെ കിടന്ന് സമയം കളയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അത് ഉപകാരപ്പെടുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ പ്രൈമറും നല്ല ക്വാളിറ്റി ഉള്ള പെയിൻറ്റും കൂടി അടിച്ചു കഴിഞ്ഞാൽ പക്ക പെർഫെക്ഷനായിട്ട് ഈ സാധനം കിട്ടും കേട്ടോ. പല ആളുകൾ റോങ് ആയിട്ടുള്ള മെറ്റീരിയൽ ചെയ്യണ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അറിവില്ലാത്ത ആളുകൾക്ക് അതൊരു ഗുണമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി സാധനം. എങ്ങനെ നല്ല പറയാതിരിക്കും.